ഹായ് ഫ്രണ്ട്സ്, മൻസൂർ നല്ലിക്കുടൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കേട്ട് കാണും, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. അതൊരു ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമാണ് കൊലപാതകം നടന്നതെന്ന് ഒക്കെ പിന്നീട് ഇപ്പോൾ അതിന്റെ വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പോലീസ് ശക്തമായിട്ട് തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ബ്ലാക്ക് മാജിക് എന്ന് പറയുമ്പോൾ അത് ഒരു ശാത്താൻ സേവ എന്ന് പറയുക, ചെറുത്താനെ പ്രീതിപ്പെടുത്തുന്ന ചില അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ചില ഓങ്കാര ശബ്ദങ്ങളൊക്കെ അത് ആ റൂമിനകത്ത് നിന്ന് കേൾക്കാറുണ്ടായിരുന്നു എന്ന് അമ്മ പറയുന്നു. മകനെ ഒരുപാട് സ്നേഹിച്ച് ആദ്യം മകൻ മരണപ്പെട്ട് പിന്നീട് ഉണ്ടായ ഒരു മകൻ ഒരുപാട് സ്നേഹവും വാത്സല്യവും കൊടുത്ത് വളർത്തുന്നു. പിന്നീട് ഒരുപാട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി ഇവർ ചൈനയിലേക്ക് അയക്കുന്നു. അങ്ങനെ അടുത്ത മെഡിക്കൽ വിഭാഗത്തിൽ നല്ല മാർക്കോടെയൊക്കെ ജയിച്ച് പാസ്സായിക്ക് വരുന്നു. പിന്നീട് നാട്ടിൽ വന്ന് കൊറോണ സമയത്ത് നാട്ടിലേക്ക് വരേണ്ടി വരുന്നു. നാട്ടിൽ വന്ന് പിന്നീട് എറണാകുളത്തേക്ക് ഇവർ ഒരു സിനിമ ആക്ടിങ് പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു 3 മാസത്തെ കോഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പൈസയൊക്കെ കൊടുത്ത് അവർ പറഞ്ഞേക്കുണ്ടായത്. അപ്പോൾ ഈ ഒരു മകനെ ഒരുപാട് വാത്സല്യം കൊടുത്ത് ചോദിക്കുന്നതെല്ലാം ഇവർ വാങ്ങിക്കൊടുക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ എറണാകുളത്തേക്കാണ് അവർ കോഴ്സിന് വേണ്ടി പോകുന്നത്. അപ്പോൾ എറണാകുളത്ത് കോഴ്സിനെത്തി അവിടെ ചെന്നിട്ട് പഠനം നടത്തുന്ന ആ ഒരു സമയത്ത് കാലഘട്ടങ്ങളിലാണ് ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നാണ് ഇവർ പിന്നീട് ഓർക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ ചില ബന്ധങ്ങളിലേക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ടാവാം. എന്തായാലും പിന്നീട് ഇപ്പോൾ എവിടെ വരെ എത്തിയെന്ന് വെച്ചാൽ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് 6-7 വർഷം ആ വീട്ടിൽ ഈ മകനെ പേടിച്ചാണ് ഭയന്ന് കാരാഗ്രഹത്തിൽ ജയിലിൽ കിടക്കും പോലെയാണ് അവർ ആ വീട്ടിൽ കിടന്നത് എന്നാണ് ആ അമ്മ പറയുന്നത്. ചില അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് ചില ആരൊക്കെയോ ആ വീട്ടിൽ ഇയാൾ രാത്രി 12 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി എടുത്തിട്ട് കാർ എടുത്തിട്ട് പോകും. പിന്നീട് എപ്പോഴോ ആണ് രാത്രി തിരിച്ച് വീട്ടിലേക്ക് വരിക. അധിക ദിവസം ഇത് സംഭവിക്കും. ചിലപ്പോൾ ബ്ലാക്ക് ഡ്രസ്സ് മാത്രം ധരിക്കും, ചിലപ്പോൾ റെഡ് ധരിക്കും. അങ്ങനെയൊക്കെ പല വ്യത്യസ്തമായ രീതിയിലൊക്കെ കാണപ്പെടുന്നുണ്ട്. റൂമിലേക്ക് കയറാൻ പാടില്ല. റൂമിലേക്ക് ഈ അച്ഛനും അമ്മനക്കും വിലക്കാണ്. മുകളത്തെ നിലയിലേക്ക് കയറാൻ പാടില്ല. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയില്ല, എന്ത് നടക്കുമെന്ന് അറിയാൻ ഒരു പാടില്ല. കാരണം അത്തരത്തിൽ ആ റൂമിനകത്തേക്ക് കയറി പോലീസൊക്കെ ഞെട്ടിത്തെറിച്ച് പോയതാണ് സംഭവം നമ്മൾ കണ്ടത്. കാരണം ഒരു മാനസിക നില ശരിയാണോ അയാളെന്ന് പോലും ചിന്തിച്ചു പോകുന്ന, അങ്ങനെ മാനസിക നില ഭ്രാന്തനാക്കിയൊക്കെ ഇനിയിപ്പോൾ വാർത്തകൾ അല്പം അങ്ങനെയും വേണേൽ കൊടുക്കാം. കാരണം എന്നിട്ട് പുറത്തിറങ്ങി പോരുകയും ചെയ്യാൻ പറ്റും ചിലപ്പോൾ. കാരണം നമ്മൾ കാണുന്ന അങ്ങനെയാണ്. ഇതൊരു മറ്റൊരു ചന്താമരയാകുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കാരണം ഇതുപോലെ തന്നെയാണ് ചെന്താമര ചെയ്തത്. ചെന്താമര ഒരാളെ കൊന്നു, പിന്നെ ജയിലിൽ പോയി. അവിടുന്ന് കോടതി ചെന്നപ്പോൾ കോടതി പറഞ്ഞു ജാമ്യത്തെ പോലീസ് എതിർത്തതാണ്. പക്ഷെ ജാമ്യം ഒരാളെ അവകാശമാണെന്ന് പറഞ്ഞ് കോടതി അയാൾക്ക് ജാമ്യം കൊടുക്കാണ്ടായത്. പിന്നീട് എന്താ സംഭവിച്ചത്? പുറത്തിറങ്ങിയിട്ട് 2 പേരെ കൊന്നു. ഇയാളെ ലിസ്റ്റിലുള്ള ആൾക്കാരാണ് ഇയാൾ കൊന്നത്. ഇനിയിപ്പോൾ ഇതേപോലെയാണ് ഇയാളെ റൂമിൽ നിന്ന് കണ്ടെത്തിയ ഒരുപാട് മുടികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണുന്നു. അതേപോലെ ഇയാൾ ഒരു മനുഷ്യനെ തലയോട്ടി കഴുത്തിൽ തൂക്കിയിട്ട് കഴിഞ്ഞിട്ട് നടക്കുന്ന ഇയാളെ ചിത്രമുണ്ട്. ഒരുപാട് എഴുതി വെച്ച കുറെ സ്ലിപ്പുകൾ ഇങ്ങനെ പല സംഭവങ്ങളും ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അങ്ങനെ പല സംഭവങ്ങളും, പിന്നെ കുറെ ആയുധങ്ങൾ വീട്ടിൽ, പല ബിംബങ്ങൾ, പല രൂപങ്ങൾ, അങ്ങനെ പലതും ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റൂമിനകത്ത്. അപ്പോൾ അതിനകത്തുനിന്ന് അവിടെ എഴുതി വെച്ച ഒരു കുറിപ്പിലുണ്ട് ഇയാൾ ഒരാളെ കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്നും, ഇനി 4 പേര് ഓടുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നും ഒക്കെ, ഭയന്ന് ഓടുന്നതൊക്കെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെയൊക്കെ സൂചന എന്താന്ന് വെച്ചാൽ അമ്മ തന്നെ പറയുന്നുണ്ട്, അവൻ ജയിലിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ ഇപ്പൊ നാളെ എനിക്കും ഈ ഗതിയാണ് വരിക എന്ന്. സ്വന്തം ഒരുമിച്ചിരുന്ന് അച്ഛനുമായി ഭക്ഷണം കഴിച്ചതിന് ശേഷം ആലോചിച്ച് നോക്കണം ഏതൊരു മാനസികാവസ്ഥയിലാണ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അതിനുശേഷം മോളിൽ 2 ദിവസം മുന്നേ അവിടെയുള്ള കത്തി മൂർച്ച കൂട്ടി വെക്കുക, എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം മോളിൽ പോയിട്ട് ആയുധം എടുത്ത് വരിക, എന്നിട്ട് അവിടെ നിന്ന് വെട്ടിക്കൊല്ലുക. അപ്പം അമ്മ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ തിരിച്ചു വന്നിട്ട് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. പിന്നീട് ആ അമ്മ അവിടുന്ന് ഓടി പുറത്തേക്ക് പോകുമ്പോൾ രാത്രി 9-10 മണി ആരെയും കാണുന്നില്ല വെളിയിലൊന്നും. തിരിച്ചു വന്നപ്പോഴേക്ക് കാണുന്ന കാഴ്ച നിലത്ത് വീണ് കിടക്കുന്ന അച്ഛനെ ഈ മകൻ കഴുത്ത് അറക്കുന്നതാണ്. ഒരു കോഴി അറക്കുന്ന ലാഘവത്തോടെ കഴുത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് അറക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് അത് കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാണ്ടായത്. ആ മരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നാണ് പറയുന്നത്. എന്നിട്ട് നേരെ ബൈക്ക് എടുത്തിട്ട് സ്റ്റേഷനിൽ പോവാ, ഞാൻ അങ്ങനെ അച്ഛനെ കൊന്നിട്ടുണ്ട്, എനിക്ക് സ്വസ്ഥതല്ല, അതുകൊണ്ട് ഞാൻ കൊന്നു. എത്ര നിസ്സാരമായിട്ട് ഇത് ഈ അടുത്ത് കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് കേരളത്തിൽ. അച്ഛൻ മകനെ കൊല്ലുക, അങ്ങനെ അല്ലെങ്കിൽ കാമുകൻ കാമുകിയെ കൊല്ലുക എന്ന് വേണ്ട എന്തെല്ലാം കഥകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ ഇത് പണ്ടൊന്നും കേട്ട് കേൾവി ഇല്ലാത്ത സംഭവങ്ങൾ നിരന്തരം കേട്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പറയുന്നത് മറ്റൊരു ചന്താമര ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇത് പോലീസ് ശക്തമായി അന്വേഷിക്കുക, മുന്നോട്ട് പോയി കോടതികൾ ഇത് കുറച്ചും കൂടിയൊക്കെ പണ്ട് ഇത് മുന്നേ ഉണ്ടായ ആ ഒരു സംഭവത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. കാരണം ഒരാൾക്ക് ജാമ്യം കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ ജാമ്യം കോടതികൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയോ? ആ മനുഷ്യനെ വീണ്ടും 2 പേരാ വെട്ടിക്കൊന്നത്, ആ ജാമ്യം കൊടുത്തോണ്ട് മാത്രം. അപ്പൊ ജാമ്യം അവകാശമാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് പുറത്ത് വിടുകയാണെങ്കിൽ അതിന്റെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യതകളൂടി അവർ ഏറ്റെടുക്കണം.
അപ്പൊ ഈ ആളെ, ഈ ഒരു കൊടും ക്രിമിനലിനെ, 28 വയസ്സുള്ള ഈ ഒരു ക്രിമിനലിനെ പുറത്തേക്ക് അവർ തുറന്നു വിടുകയാണെങ്കിൽ, ജാമ്യം അവകാശമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ ആൾക്കാർ വരും. അപ്പൊ അവരെ പുറത്ത് ഇറക്കി വിടും. അപ്പൊ ഇറക്കി വിടുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, നിങ്ങൾ ഇറക്കി വിട്ടോ. പക്ഷേ സുരക്ഷിതത്വം അദ്ദേഹത്തിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള, ബ്ലാക്ക് ലിസ്റ്റിലുള്ള, അദ്ദേഹത്തിന് കൊല്ലാൻ ആളുകൾ ഇനി ലിസ്റ്റിലുണ്ട്. അവർക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇറക്കി വിട്ടോ. അല്ലെങ്കിൽ ഇറക്കി വിടരുത്. ചെന്താമരകൾ ആവർത്തിക്കും. ഇങ്ങനെ ചെന്താമരകൾ ഇനി ഇങ്ങനെ ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണാം. ഇത് നിയമം ശക്തമല്ലാത്തതുകൊണ്ടാണ്. നിയമം സ്ട്രോങ് ആവണം. എങ്ങനെയാ സംഭവിക്കാതിരിക്കുക? കൊൽക്കത്തയിൽ നമ്മൾ കണ്ടതല്ലേ, ഒരു ജൂനിയർ ഡോക്ടറെ ജോലിയുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരികയും അവിടെ നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് ബലാത്സംഗം ചെയ്തില്ലേ ക്രൂരമായിട്ട്? അതിവ്യക്തമായ തെളിവുകളോടുകൂടി പിടിക്കപ്പെട്ടില്ലേ? ആ പ്രതിന്റെ കയ്യിൽ നിന്ന് മരണവെപ്രാളത്തിൽ ആ സഹോദരിന്റെ ദേഹത്തുള്ള സ്കിന്നിന്റെ അംശങ്ങൾ DNA ടെസ്റ്റ് ചെയ്തിട്ട് ആ പ്രതിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയില്ലേ? അത് തെളിയിക്കപ്പെട്ടില്ലേ? ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഇത് അപൂർവമായ കേസല്ല, അതുകൊണ്ട് വധശിക്ഷ വിധിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. വധശിക്ഷയ്ക്ക് പൊതുവെ എതിരാണ് സമൂഹം. ഇപ്പോൾ ആധുനിക സമൂഹത്തിന്, പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത്രയും വധശിക്ഷ നടപ്പാക്കുന്നത്. ആയിക്കോട്ടെ, വധശിക്ഷ നടപ്പാക്കണ്ട. എന്നാൽ ഇതുപോലുള്ള നിലവിളികൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ കടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. നിയമത്തിന്റെ ബൈക്കിൽ തന്നെ നടക്കണം. നിയമം സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ. നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു GCC രാജ്യത്ത് നിങ്ങളൊന്ന് പോയി നോക്ക്. ഏത് അർദ്ധരാത്രി 2 മണിക്കും ഒരു സഹോദരിക്ക് ഒറ്റയ്ക്ക് സിമ്പിളായിട്ട് നടക്കാൻ പറ്റും. ഒരാളും തിരിഞ്ഞു നോക്കൂല. അതെന്തുകൊണ്ടാ അറിയോ? ഞാൻ വെറുതെ പോയി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് എൻ്റെ തല കാണൂല എന്നറിയാം. പോയാല് എന്തെങ്കിലും സംഭവിച്ച് പോയി കഴിഞ്ഞിട്ട് എന്താ ഒരു താല്പര്യത്തിന്റെ പുറത്ത് പോയാൽ പോലും നാളെ അതൊരു കേസായാൽ എൻ്റെ തല കാണൂല എന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. അയാൾ പോവില്ല, വിളിച്ചാലും പോവില്ല. അപ്പൊ ആ നിലക്ക് എന്തുകൊണ്ടാണ്? നിയമം സ്ട്രോങ് ആയതുകൊണ്ടാണ്. അവിടെ സ്ത്രീ സുരക്ഷിതമായിരിക്കുന്നുണ്ട് ഒരു പരിധി വരെയെങ്കിലും. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഇത്തരത്തിലാണ്. അപ്പൊ ആ സഹോദരിയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതിക്ക് വധശിക്ഷ ഇന്നും നടപ്പാക്കിയിട്ടില്ല. പ്രതി പറഞ്ഞ ജയിലിൽ എന്നെ വധശിക്ഷ വിധിക്കരുത്, എന്നെ കൊല്ലരുത്, എനിക്ക് നന്നാൻ അവസരം വേണം. എല്ലാ പ്രതികളും മരണം മുന്നിൽ കാണുമ്പോൾ പേടിച്ച് തന്നെ പറയും. അത് കേട്ടിട്ട് ഇവനൊക്കെ ഇങ്ങനെ തീറ്റിപ്പോയിട്ട് ജയിലിൽ നല്ല ഫുഡ്, നല്ല ഭക്ഷണമല്ല ജയിലിനകത്ത്. ആഴ്ചയിൽ 2 ദിവസം നമുക്കറിയാലോ, ആഴ്ചയിൽ 2 ദിവസം മട്ടന്, പിന്നെ പച്ചമീന്, പിന്നെ കപ്പപ്പുഴുക്ക്, ദോശ, ഇഡ്ഡലി, സാമ്പാർ, ഇതെല്ലാം അവിയൽ, ഇതൊക്കെ കൊടുക്കുന്നത്. ഇങ്ങനെ നല്ല ഫുഡ് കിട്ടല്ലേ? ഇവർക്ക് നിങ്ങളെ ടാക്സിന്റെ നികുതി പണം എടുത്തിട്ട് ഇവനൊക്കെ തീറ്റിപ്പോറ്റേണ്ട എന്ത് ബാധ്യത നമുക്കുള്ളത്? ഇതുപോലുള്ള നൊട്ടോറിയൽസ് ക്രിമിനലുകളെ. അപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങൾ ഇതുകൊണ്ടൊക്കെയാണ് ഈ ഇത്തരത്തിൽ തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നത്. വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണെന്ന് ഇത് പോലീസ് തന്നെ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ആദ്യം തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. എല്ലാ തെളിവുകളും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഫോണിലെ എല്ലാ റെക്കോർഡും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്, ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. ആരെ വിളിച്ചു എന്ന് യാതൊരു എവിഡൻസും ഇല്ല. പുറമെ ഇയാൾക്കുള്ള ബന്ധങ്ങൾ ആരുമായിട്ടാണ് ഇയാളെ കണക്ട് ചെയ്യാതെന്ന് അറിയാൻ പോലീസ് അത് അന്വേഷിച്ച് കണ്ടെത്തി തന്നെ ചെയ്യും തീർച്ചയായിട്ടും. പക്ഷെ എന്തുമാത്രം ഈ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് ഇതൊക്കെ പറയുന്നത്. പിന്നീടാണെങ്കിൽ ഈ അച്ഛനെ ഉപദ്രവിക്കും, അമ്മയൊക്കെ നിരന്തരം ഉപദ്രവിക്കും, വെറുതെ ദേഷ്യപ്പെടും. എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഉടനെ തന്നെ എടുത്തിട്ട് ഇടിക്കും എന്നാണ് പറയുന്നത്. കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ചിട്ട് ഉയർത്തി നിർത്തിയിട്ടുണ്ട് പറയുന്നുണ്ട് ഈ അച്ഛനാണ് അധികമായിട്ട് മർദ്ദിക്കുന്നത്. ഒരുപാട് മർദ്ദിക്കും. കാർക്കിച്ച് അച്ഛന്റെ മുഖത്തേക്ക് തുപ്പുന്ന അമ്മ പറയുന്നത്. അപ്പൊ കയ്യോടെ മകനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരയുമ്പോൾ ഒഴിവാക്കിയിട്ട് പോകും. അവസ്ഥ ആലോചിക്കുക. സ്വന്തം ജന്മം കൊടുത്ത പിതാവിന് ഒരു മകന്റെ അടുത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങൾ. 6 വർഷം ഈ പ്രായമുള്ള അച്ഛനമ്മ എവിടേക്ക് പോകാനാണ്? പ്രായമുള്ള സമയത്ത് ഇനിയിപ്പോ വീട് ഇറക്കി വിട്ടിട്ട് എങ്ങോട്ട് പോകുന്ന ആലോചിച്ചിട്ടായിരിക്കും ഇതെല്ലാം സഹിച്ചവിടെ നിന്നിട്ടുണ്ടാവുക. പിന്നെയും ഇവന്മാരൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പുറത്തേക്ക് ജാമ്യം പറഞ്ഞ് പൗരാവകാശം എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് ഭീഷണിയാണ്, ആളുകൾക്ക് ഭീഷണിയാണ്. ഇവനൊക്കെ പുറലോകം കാണാത്ത വിധത്തിൽ അകത്തിട്ട് പൂട്ടുക എന്നല്ലാതെ, അല്ലെങ്കിൽ ഇവനെയൊക്കെ തൂക്കിക്കൊല്ലുക എന്നല്ലാതെ മറ്റൊരു പരിഹാരമില്ലാത്തിടത്തോളം കാലം വീണ്ടും ഇതിങ്ങനെ ആവർത്തിക്കും. ചന്താമരകൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവനൊക്കെ വീണ്ടും തുറന്നു വിടുകയാണ് എന്നുണ്ടെങ്കിൽ അതേ കാര്യത്തിൽ പറയാനുള്ളൂ.